കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയോഗിച്ച AICC നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. രമേശ് ചെന്നിത്തലയും നിരീക്ഷകരും ഒരേ വിമാനത്തിൽ തിരികെയെത്തി. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അരവിന്ദ്, ഈ കൂടിക്കാഴ്ച ഇവർ കേരളത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു സ്വാഭാവിക നടപടി എന്ന് മാത്രമാണോ കാണേണ്ടത്? എത്ര നേരം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു? എപ്പോഴായിരിക്കും ഇവരുടെ മടക്കം? കൃഷ്ണ അർജുൻ, അല്പസമയം മുമ്പാണ് കേരളത്തിലേക്കുള്ള AICC നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള സ്വാഭാവിക കൂടിക്കാഴ്ചയാണ് ഉണ്ടായത്. ഉച്ചയോടുകൂടി 3:30 വിമാനത്തിൽ തിരുവനന്തപുരത്തിലേക്ക് 2 AICC നിരീക്ഷകർ പോവുകയാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയും ഈ വിമാനത്തിൽ കേരളത്തിലേക്ക് പോകുന്നു എന്നതാണ് ഏറെ പ്രത്യേകത. കാരണം ഇന്ന് രാവിലെ 9:30 രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തിയത്. മഹാരാഷ്ട്ര പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പങ്കെടുക്കാനാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തുകയും അല്പസമയം മുമ്പ് സോണിയാഗാന്ധിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുമായി താൻ സംസാരിച്ചുവെന്ന് രമേശ് ചെന്നിത്തല ഈ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായില്ല എന്നതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിമാനത്തിൽ 3:30 വിമാനത്തിൽ നിരീക്ഷകർക്കൊപ്പം രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് മടങ്ങുകയാണ്. അതേസമയം കേരളത്തിലെ വിജയത്തെ രമേശ് ചെന്നിത്തല അടക്കം രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചെന്നുകൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തല അറിയിക്കുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ വിവിധ കോണിൽ തുടരുന്ന ഒരു വേളയിലാണ് ഡൽഹിയിലെത്തി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ രമേശ് ചെന്നിത്തല കണ്ടിരിക്കുന്നത്. KC വേണുഗോപാലും ഇന്ന് നടന്ന ഈ യോഗത്തിന് ഒപ്പമുണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുമായി മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് യാതൊന്നും തന്നെ ചർച്ച ചെയ്തില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോഴും കൃത്യമായി തന്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ താൻ ഇത്തരത്തിലൊരു മുതിർന്ന നേതാവ് അടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതേസമയം സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നുകൂടി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. എന്തായാലും ഉടൻ തന്നെ നിരീക്ഷകർ, കാരണം ഇന്ന് 3:30 വിമാനത്തിൽ നിരീക്ഷകർ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. എത്തിയ ഉടൻ തന്നെ MLA-മാരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. ഇതുകൂടാതെ തന്നെ ഒരുമിച്ചും MLA-മാരെ കണ്ട ശേഷം ആർക്കാണ് MLA-മാരുടെ കൂടുതൽ പിന്തുണയുള്ളെന്ന കാര്യം നേരെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കും. അതിനുശേഷം ഹൈക്കമാൻഡ് ഇതിലൊരു കൃത്യമായ തീരുമാനം എടുക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. നിലവിൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കണമോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും നിലവിൽ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനത്തിലേക്ക് പോകുക. മുൻപ് പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉയർന്നിരുന്നു. കാരണം ആ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ നിന്ന് നയിച്ചവർക്ക് MLA-മാരുടെ പിന്തുണ കുറവായതുകൊണ്ട് മറ്റ് നേതാക്കളെ മുഖ്യമന്ത്രിയാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും സമാനമായ രീതിയിലേക്കാണ് കേരളത്തിലെ കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കമാൻഡിന്റെ തുടർ നീക്കങ്ങൾ. അനുജ, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.